പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് മാസം 12-ാം തീയതി ചൊവ്വാഴ്ച. വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയൊരു ദിവസം തന്ന അങ്ങേക്ക് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. ഈശോയെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഏറ്റവും എളിമയോടുകൂടെ വചനങ്ങൾ പാലിച്ചെന്ന് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളെയും അങ്ങേക്ക് സമർപ്പിക്കാം. ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ, പോകുന്ന സ്ഥലങ്ങളെ, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ ഈശോയെ പരിപൂർണമായും അവിടുത്തെ സംരക്ഷണത്തിന് കീഴിലായിരിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം 26-ാം വചനം ഇന്ന് ധ്യാനിക്കാം. എന്നാൽ സീദോനിലെ സരപ്തായിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. നസ്രത്തിലെ സിനഗോഗിൽ യേശുവിനെ വിലയില്ലാത്തവരായി കണ്ടവർക്ക് അവിടുന്ന് നൽകുന്ന മറുപടികളുടെ പശ്ചാത്തലമാണ് ഇന്നത്തെ വചനഭാഗത്തിന്. ദൈവത്തിൽ ആശ്രയം വെച്ച് ഏലിയ പ്രവാചകനെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ വിധവയുടെ കലത്തിലെ മാവും എണ്ണയും വറ്റിയില്ല. എലീഷ പ്രവാചകൻ പറഞ്ഞ നിസ്സാര കാര്യം എളിമയോടെ ചെയ്യാൻ തയ്യാറായപ്പോൾ നാമാൻ എന്ന കുഷ്ഠരോഗി സൗഖ്യമുള്ളവനായി. ഒരു വിജാതീയനായിരുന്നിട്ട് പോലും ദൈവസ്വരം കേൾക്കാനും അനുസരിക്കാനും തയ്യാറായവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, ദൈവസ്വരത്തിന് കാതോർത്ത് ആ സ്വരത്തിന് ചേർന്ന ജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരാകാനുള്ള വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.